അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. നമ്മൾ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു സവാള ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 2 തണ്ട് കറിവേപ്പില എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി വെച്ച് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് നല്ല ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബ്രെഡ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. നമ്മളെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനൊരു കോട്ടിങ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ ഓരോ സ്നാക്സും മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യാം. ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ കോട്ട് ചെയ്തെടുക്കാം. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ച് പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഓരോ സ്നാക്സും ഇതിലിട്ടിട്ട് ഒന്ന് വറുത്ത് കോരാം. മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. സോസിൽ നമ്മൾ ടൊമാറ്റോ സോസിൽ കുത്തിയിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.